ഹായ് എവ്രിവൺ, വെൽക്കം ടു കാൻഡൻ ടോക്സ്. സഞ്ചാര സ്വാതന്ത്ര്യം ഏതൊരു പൗരൻ്റെയും മൗലിക അവകാശമാണ്. സുരക്ഷിതമായി വഴി നടക്കാൻ കഴിയണം എന്നുള്ളതും ഇതിൽ ഉൾപ്പെടുന്നു. ഇക്കാലത്ത് കേരളത്തിൽ കാൽനടക്കാർക്ക് സുരക്ഷിതമായി നടക്കാവുന്ന നടപ്പാതകളുണ്ടോ? വളരെ സംശയമാണ്. നഗരങ്ങളിലെ ചില റോഡുകളിൽ കുറച്ചു ദൂരം സുരക്ഷിതമായി നടക്കാവുന്ന നടപ്പാതകളുണ്ട്. പക്ഷേ അത് വിരലിൽ എണ്ണാവുന്ന ചില റോഡുകളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെയുള്ള റോഡുകൾ ഒഴിച്ചാൽ മിക്ക നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും റോഡുകളിൽ കാൽനടപ്പാതയില്ല. കാൽനടക്കാർക്ക് പലതരത്തിലുള്ള അപകടങ്ങളും ജീവഹാനി വരെയും ഉണ്ടാകുന്നുണ്ട്. നടപ്പാതകളില്ലാത്തതുകൊണ്ടോ, വീതി കുറഞ്ഞ റോഡുകൾ ഉള്ളതുകൊണ്ട്, പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾ, ഇതെല്ലാം ഇതിന് കാരണമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ റോഡ് പണിയുന്ന സമയത്ത് തന്നെ നടപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ പെഡസ്ട്രിയൻസിനാണ് ഇമ്പോർട്ടൻസ്. കിലോമീറ്ററോളം നടപ്പാതയിലൂടെ നടന്നു പോകാൻ പറ്റും. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് വിദേശികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നടപ്പാതയിലൂടെ നടന്ന് പൊട്ടിയ സ്ലാബിലൊക്കെ വീണ് അനേകം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡുകളുടെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ ഫുട്പാത്തിൻ്റെ ഡിസൈനിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വാഹന ഗതാഗതത്തിനുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ള ടാർമാർക്ക്, സൈക്കിൾ പാത്ത്, പെഡസ്ട്രിയൻ പാത്ത്, ഇതെല്ലാം വളരെയധികം പ്ലാൻ ചെയ്ത് ഇങ്ങനെയുള്ള മാർക്കിങ്ങുകളും റോഡുകളിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരിടത്ത് പോലും ഇങ്ങനെയുള്ള മാർക്കിങ് നമുക്ക് കാണാൻ കഴിയില്ല. പണ്ടൊക്കെ റോഡിൻ്റെ ഇരുവശങ്ങളിലും മണ്ണുണ്ടായിരുന്നു, അപ്പോൾ ആളുകൾക്ക് അതിലൂടെ നടക്കാമായിരുന്നു. ഇന്ന് വാഹനങ്ങളുടെ അതിപ്രസരം മൂലം റോഡിൻ്റെ ഇരുവശത്തുമുള്ള വെള്ളവര വരെ വാഹനങ്ങൾക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ടും ടാറിങ് ചെയ്തേക്കണ കൊണ്ടിട്ട് വാഹനങ്ങൾ ആ വഴിയിലൂടെ പോവുകയും ചെയ്യും. അതുകൂടാതെ റോഡിൻ്റെ ഇരുവശത്തും സ്ലാബുകളുണ്ടാവും. അപ്പോൾ ഈ സ്ലാബിൻ്റെ മുകളിൽ കൂടിയാണ് ആളുകൾ നടന്നു പോകുന്നത്. 70% അപകടങ്ങൾ പറ്റുന്നത് കാൽനട യാത്രികർക്കും ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്കുമാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം കാൽനടക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി. നമ്മുടെ രാജ്യത്തിന് ഇതിനുള്ള സൗകര്യങ്ങളില്ലാഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഇതിനുള്ള ഒരു സിസ്റ്റം ഇല്ലാഞ്ഞിട്ടോ അല്ല. പെഡസ്ട്രിയൻ പാത്ത് ഒരു പ്രയോറിറ്റി ആയിട്ട് ആരും കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ചിലയിടത്തൊക്കെ കാണാം നടപ്പാതകളിൽ വ്യാപാരം നടത്തുന്നുണ്ട്, കാർ പാർക്കിംഗ് ഉണ്ട്, പരസ്യ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കൊടിതോരണങ്ങളോ അല്ലെങ്കിൽ കൊടിമരമോ ഒക്കെ കാണാം. കാൽനട യാത്രക്കാർക്ക്, ശാരീരിക വൈകല്യമുള്ള വ്യക്തികൾ, അതല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ആളുകൾക്കൊക്കെ റോഡിലുള്ള അവകാശങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും അതൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. പല അപകടങ്ങളും അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നാളെ കാണാം. എക്സ്പെക്ട് നത്തിങ് ആൻഡ് അപ്രീഷിയേറ്റ് എവറിഥിങ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ബൈ.